ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് ഒരു പേടിയുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും കാലുകൾ അകത്താതെ ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുകയും പുരുഷനെ തള്ളി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണത വരാറുണ്ട്. ഇതൊന്നും നോക്കാതെ ഡോക്ടർ നേരിട്ട് IUIലേക്കോ IVFലേക്കോ പോകുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഒരു 5-6% ദമ്പതിമാരുണ്ട്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ശരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് അറിയാത്ത മനുഷ്യരുണ്ട്. അത് കൂടുതൽ ഈ ബ്ലൂ ഫിലിമിൽ നിന്നും മറ്റും ഇന്നത്തെ യുവതലമുറ ആർജിച്ചെടുത്തിട്ട് ഇതാണ് ലൈംഗികത എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. കൂടുതൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിലൂടെ ഇതിനോടുള്ള ഇൻട്രസ്റ്റ്, അതിനോടുള്ള ഒരു സ്റ്റിമുലേഷൻ, അതായത് പോൺ ഫിലിം കണ്ടിട്ടാണ് കൂടുതൽ തവണ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ മലയാളികളോടും നിങ്ങൾ ഒരിക്കലെങ്കിലും കാമസൂത്ര വായിച്ചിരിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ മലയാളികളോടും അല്ല, എല്ലാവരോടും കാമസൂത്ര വായിച്ചിരിക്കണം. എനിക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണോ, അതോ എനിക്ക് സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അല്ല, പല രൂപത്തിലും വരുന്നുണ്ട്. വലിയൊരു കാര്യമുണ്ട്, ഈ ഡോക്ടർമാരുടെ ഇടയിൽ പോലും അത്തരം ഒരു പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു പ്രത്യേക അതിഥിയാണ്. അദ്ദേഹം ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷുവൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് ചെയർമാൻ ഡോക്ടർ അജയൻ വർഗീസ് ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇപ്പോൾ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി, ഗൈനക്കോളജി ഈ മേഖലകളിലൊക്കെ സംസാരിക്കാൻ പലരും മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും നേരിടുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ വിഷയത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അല്ല, വെല്ലുവിളി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ആ പഴയ കാലഘട്ടത്തിലെന്ന് പറഞ്ഞിട്ട് ഈ സെക്സ് എന്ന് പറയേണ്ട SC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് X എന്നുള്ള അക്ഷരം പുറത്തേക്ക് വരാനും പോലും പറ്റില്ല. ആ രീതിയിലുള്ള ഒരു അത്രയ്ക്ക്, അതായത് ഇത് മൂടി വെക്കേണ്ട എന്തോ ആണ്, പുറത്തൊന്നും പറയാൻ ചർച്ച ചെയ്യാൻ പാടില്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സിനെ കുറിച്ചൊരു കാര്യം മിണ്ടാനേ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തോ വൃത്തികെട്ട ഒരു കുട്ടിയാണ്, ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് കാലഘട്ടം മാറി. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. അവരെ സംബന്ധിച്ചുള്ള ഓപ്പണായിട്ട് സെക്സിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സെക്സ് അവർക്ക് കുറച്ചുകൂടി ഓപ്പണാണ്. വിവാഹ ബന്ധത്തിനേക്കാൾ ഉപരി അവർ ലിവിങ് റിലേഷനിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞു. കാലഘട്ടത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു പഴയ തലമുറ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ സെക്സ് എന്ന് പറയുന്നത് എന്തോ മൂടി വെക്കേണ്ട ഒന്നാണ്. എപ്പോഴും നമ്മുടെ ഗുരുക്കന്മാർ മുതൽ, അതായത് നമ്മുടെ പിതാമഹന്മാരൊക്കെ ഇങ്ങനെ എന്തോ കരുതി പോന്നിരുന്നു. അങ്ങനെ മൂടി വെക്കുന്നത് കൊണ്ട് ഇവിടെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, സെക്സിനെ കുറിച്ചുള്ള കാര്യത്തിൽ, സെക്സിനെ കുറിച്ചുള്ള ചികിത്സയിലെല്ലാം അങ്ങനെ പാടില്ല. അതിനെ ചികിത്സിക്കാൻ പോകുന്നത് തന്നെ ഒരു ജാള്യത ഉളവാക്കുന്ന, നാണക്കേടുള്ള ഒരു കാര്യമാണെന്നുള്ളൊരു ധാരണയിലൊക്കെ അവർ ചെന്ന് പെട്ടിട്ടുണ്ട്. അത് അപകടം പിടിച്ചൊരു പ്രവണതയാണ്. കാരണം മറ്റ് ഹാർട്ടിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ പോലെ, വയറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ, തലച്ചോറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ ഇതും ഒരു അസുഖം മാത്രമാണ്, ഒരു അവയവം മാത്രമാണ്. ആ അവയവത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റണം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സാധാരണ പേഷ്യൻസ് വരുന്നത് എനിക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണോ, അതോ എനിക്ക് സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, പല രൂപത്തിലും വരുന്നുണ്ട്. സാധാരണ ഇതിൽ വരുന്ന ഏറ്റവും ഇപ്പോൾ ആ ചോദിച്ചാൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂവിൽ വലിയൊരു കാര്യമുണ്ട്, ഈ ഡോക്ടർമാരുടെ ഇടയിൽ പോലും അത്തരം ഒരു പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ, അതായത് കുട്ടികളുണ്ടായിട്ടില്ല എന്നുള്ളൊരു പേഷ്യൻ്റ് വരുമ്പോൾ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും അവർ ചോദിക്കാൻ തയ്യാറാവുന്നില്ല. അതേസമയം നേരിട്ട് IUIലേക്കോ IVFലേക്കോ പോകുന്നത്, കാരണം ഡോക്ടർ ഒരു അസംഷൻ അങ്ങനെയാണ്, ലൈംഗിക ബന്ധത്തിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടാകാം. അതേസമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് ചോദിക്കണം. കാരണം അത് വജൈനസ്മസ് ആകാം, അല്ലെങ്കിൽ പുരുഷൻ്റെ ഭാഗത്തുനിന്നുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആകാം, ഇല്ലെങ്കിൽ അതിന് പ്രീമച്ചുർ ഇജാക്കുലേഷൻ ആകാം. അതായത് യോനിക്കുള്ളിലേക്ക് ലിംഗം കടക്കുന്നതിന് മുമ്പ് തന്നെ ശുക്ലം പോവുകയാണെങ്കിൽ കുട്ടി ഉണ്ടാകുകയല്ലോ. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് ഒരു പേടിയുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും കാലുകൾ അകത്താതെ ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുകയും പുരുഷനെ തള്ളി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണത വരാറുണ്ട്. ഇതൊന്നും നോക്കാതെ ഡോക്ടർ നേരിട്ട് IUIലേക്കോ IVFലേക്കോ പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. ശരിക്കുള്ള ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഇവർ ഏർപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഒരു 5-6% ദമ്പതിമാരുണ്ട്, ഏർപ്പെടാൻ കഴിയാത്ത. അതെ, ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസുമായിട്ടൊരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ശരിയായ രീതിയിലായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ശരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് അറിയാത്ത മനുഷ്യരുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതിനെക്കുറിച്ച് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികതയെക്കുറിച്ചുള്ള ശരിയായ പഠനം നടക്കുന്നില്ല.
പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ ലൈംഗികതയെക്കുറിച്ച് പല രീതിയിൽ തെറ്റിദ്ധാരണകളുണ്ട്. അത് കൂടുതൽ ഈ ബ്ലൂ ഫിലിമിൽ നിന്നും മറ്റും ഇന്നത്തെ യുവതലമുറ ആർജിച്ചെടുത്തിട്ട് ഇതാണ് ലൈംഗികത എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഒരിക്കലും ബ്ലൂ ഫിലിമിൽ കാണുന്ന ഒന്നും ശരിയായ ലൈംഗികതയല്ല. മാത്രമല്ല അങ്ങനെ ഒരു 2-3 മണിക്കൂർ ഒരു പുരുഷനും സ്ത്രീക്കും ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പോകാനൊന്നും കഴിയില്ല. അതൊക്കെ തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു ഇതാണ് ശരിയെന്നുള്ളത്. നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളിലും കോളേജിലും നൽകേണ്ടതിന് പകരം അതായത് ഈ മൊബൈൽ ഫോണിൽ കൂടെ ആൻഡ്രോയിഡ് ഫോണിൽ കൂടെ നമ്മളിങ്ങനെ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെറ്റായ ധാരണകൾ നമുക്ക് ലഭിക്കുന്നു. അതനുസരിച്ച് ലൈംഗിക ബന്ധം വേണ്ട രീതിയിൽ നടത്തുവാൻ കഴിയാതെ വരുന്നു. എന്നാൽ ഗുണപരമായ കാര്യങ്ങളും അതിനകത്ത് ഇല്ലാതില്ല. നല്ല രീതിയിൽ നല്ല എഡ്യൂക്കേഷൻ ക്ലാസ്സൊക്കെ യൂട്യൂബ് വഴിക്കൊക്കെ വരുന്നുമുണ്ട്. അതെ, ഈ പറഞ്ഞ പോണോഗ്രാഫിക് വീഡിയോസിലൂടെ സംഭവിച്ചു പോകുന്ന ഏറ്റവും വലിയ അബദ്ധം എന്തായിരിക്കും? പോണോഗ്രാഫിക് വീഡിയോയിൽ കൂടെ പോൺ അഡിക്ഷൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്നിരുന്നാലും ഇത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിലൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനിതിങ്ങനെ സ്ക്രോൾ ചെയ്ത് മാറ്റിക്കൊണ്ടേയിരിക്കും. ഭാര്യ ഒരിക്കലും അങ്ങനെ മാറ്റാൻ പറ്റുമല്ലോ. ഭാര്യ കിടപ്പറയിൽ ഒന്നും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ തലച്ചോറിൽ ഡോപ്പമിൻ ചാനല് അതിനകത്ത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഞ്ചാവൊക്കെ വലിച്ചു കഴിയുമ്പോൾ അവന് വീണ്ടും വീണ്ടും കൂടുതൽ കഞ്ചാവ് കഴിക്കേണ്ടി വരുന്ന പോലെ ഒരു അഡിക്ഷൻ അതിനകത്തും ഉടലെടുക്കുന്നുണ്ട്. ഡോപ്പമിൻ ചാനൽ ബ്ലോക്ക് ആക്കുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം ലഭിക്കുന്ന ഒരു ചാനലാണ് ഈ ഡോപ്പമിൻ ചാനൽ. അത് വർക്ക് ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. പിന്നെ അവസാനം അത് കണ്ടാൽ പോലും ഇറക്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഇതിലേക്ക് വരാറുണ്ട്. അവസാന ഘട്ടം അങ്ങനെയാണ്. അപ്പോൾ ഈ ദ മോർ യു സീ അല്ലെങ്കിൽ കൂടുതൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിലൂടെ ഇതിനോടുള്ള ഇൻട്രസ്റ്റ്, അതിനോടുള്ള ഒരു സ്റ്റിമുലേഷൻ, അതായത് പോൺ ഫിലിം കണ്ടിട്ടാണ് കൂടുതൽ തവണ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ആ പോൺ കാണാതെ അവന് മാസ്റ്റർബേറ്റ് ചെയ്യാൻ കഴിയില്ല. അവന് ഭാര്യയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്തൊരവസ്ഥയും കൂടെ വരും. അതേസമയത്ത് ഒരു മനോരാജ്യത്തിൽ ഫാൻറ്റസിയിൽ സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ലൈംഗികതയ്ക്ക് അത് ഗുണമാണ് ചെയ്യുക. നിരചിത്രങ്ങൾ കണ്ടിട്ട് ലൈംഗികത സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ അത് ലൈംഗികതയ്ക്ക് ദോഷമായി മാറുകയാണ് ചെയ്യുക. ഓക്കെ, രണ്ടും രണ്ട് തലങ്ങളാണ്. രണ്ടും രണ്ട് രൂപത്തിലാണ് തലച്ചോറിനെ ഇത് ചെയ്യുന്നത്. മറ്റൊരു തലച്ചോറിൽ എന്നാണെന്ന് വെച്ചിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട്, സ്റ്റിമുലേഷൻ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഉള്ള ചാനലിൽ ഹൈ ലെവലിലുള്ള സ്റ്റിമുലേഷൻ വന്നിട്ട് അതിപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഒരു 10 തവണ കേട്ട് കഴിഞ്ഞാൽ പിന്നെ പാട്ടിന് വല്ല കാര്യമുണ്ടോ? ഇല്ല, മടുക്കും. അത് തന്നെയാണ് ഇതിനകത്ത്. അത് ഡോപ്പമിൻ ചാനലിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു 10-15 വർഷം ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതികൾക്കിടയിലും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകില്ലേ? അപ്പോൾ ആ ഒരു ഹീറ്റ് എങ്ങനെയാണ് നിലനിർത്തുന്നത്? ഞാൻ അല്പം നുണ പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഉണ്ടത്. അതായത് അതായത് അവിടെ നമുക്ക് തിരിച്ച് കാമസൂത്രയിലേക്കൊക്കെ പോവാം. അതായത് ഞങ്ങളെ സാധാരണ സെക്സോളജിസ്റ്റ് പറയാറുള്ളത് ഗാർഡൻ ഈസ് ബ്യൂട്ടിഫുൾ, ഫോറസ്റ്റ് ഈസ് ആൾസോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടവും വളരെ മനോഹരമാണ്, കാടും വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് ഇതിലേത് സ്വീകരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു നല്ല ലൈംഗിക ജീവിതത്തിൽ അതായത് നമ്മളൊക്കെ മോണോഗാമി ഫോളോ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ ഒരു അഭിപ്രായം അതാണ്, മോണോഗാമി ഫോളോ ചെയ്യുന്നത്. പക്ഷെ ചില വ്യക്തികൾക്ക് മോണോഗാമി ഫോളോ ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ട്. അതിൻ്റെ കാരണം അവർ ജനിതകമായിട്ടുള്ള ചില ഘടകങ്ങൾ അതിനകത്തുണ്ട്, സാഹചര്യങ്ങളുടെ ഘടകങ്ങളുണ്ട്. പിന്നെ ഇതങ്ങനെ നമുക്കൊരു നിയമത്തിൻ്റെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ആണോ എന്നുള്ളതിലും സംശയിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ മോണോഗാമി എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ഒരു ഭർത്താവും മാത്രമായിട്ട് ഇങ്ങനെ ഒരു 10-15 വർഷം മുമ്പോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ 10-15 ചിലപ്പോൾ 5-6 വർഷം മുമ്പോട്ട് പോകുമ്പോഴും വിരസത അനുഭവപ്പെടാനുള്ള സാധ്യത ഇല്ലെന്നല്ലേ ഈ ചോദിച്ചത്? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ കാമസൂത്രയിലേക്ക് പോകാൻ 64 പൊസിഷൻസ് പറയുന്നുണ്ട്. ആ രീതിയിൽ പല രീതിയിലുള്ള പൊസിഷനിലേക്കും മറ്റും വരുമ്പോൾ ഒരേ രീതിയിൽ തന്നെയുള്ളൂ നമുക്ക് കൂടുതൽ അനുഭൂതി ഉണ്ടാക്കുവാൻ കഴിയുമെന്നുള്ളത് മാത്രമേ എനിക്ക് അതിനകത്ത് ഉത്തരവുള്ളൂ. സത്യം പറയട്ടെ, ഇതിനകത്ത് മോണോഗാമിയാണോ ശരി, പോളിഗാമിയാണോ ശരിയെന്ന് ചോദിച്ചാൽ അതായത് അതിനൊരു വ്യക്തമായ ഉത്തരം പറയാൻ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യൻ മോണോഗാമസ് അല്ല. അതാണ് അതിൻ്റെ സത്യം. പിന്നെ നമ്മളതിനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വിവാഹം എന്നൊരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ വിവാഹ ജീവിതത്തിൽ അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. ഒരു കാമുകനും കാമുകയും അവർ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരൊന്ന് വേർപെടുത്താൻ കഴിയുമോ? കഴിയില്ല. ആ രീതിയിലുള്ള ഒരു ഹോർമോണൽ ലെവൽ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 15 അല്ല ചിലപ്പോൾ 30 വർഷം പോലും അങ്ങനെ പോകാറുണ്ട്. അവിടെ വിരസത വിവാഹ ജീവിതം
അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം വിരസമാകാതെ നോക്കുക എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. വിരസമാകാതില്ലെങ്കിൽ അങ്ങനെ അങ്ങ് പൊക്കോളും. അതെ. അപ്പോൾ എല്ലാ മലയാളികളോടും നിങ്ങൾ ഒരിക്കലെങ്കിലും കാമസൂത്ര വായിച്ചിരിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ മലയാളികളോടും അല്ല, എല്ലാവരോടും കാമസൂത്ര വായിച്ചിരിക്കണം. അത് കാമസൂത്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാലങ്ങൾക്ക് മുമ്പ് വാത്സ്യായന മഹർഷി ഇത് എഴുതിയിട്ട് നമുക്കൊരു നല്ല ലൈംഗിക രീതി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളികളോട് എല്ലാ മലയാളികളും ഒരിക്കലെങ്കിലും കാമസൂത്ര വായിച്ചിരിക്കണമെന്ന് പറയുമോ? അല്ല, മലയാളികളെന്നല്ല, മനുഷ്യരെല്ലാവരും തന്നെ കാമസൂത്ര വായിച്ചിരിക്കും. കാരണം ഇതൊരു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ആ കാലഘട്ടത്തിൽ അത്രയും പഠനം നടത്തി, അതായത് മനുഷ്യർ ലൈംഗികമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ഏതെല്ലാം രൂപത്തിലാണ്, ഇത്രയും പഠനം നടത്തിയ ഒരു മഹർഷി വേറെ ഇല്ല. അതായത് നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ലൈംഗികതയ്ക്ക് ഇത്തരം വിലക്കുകളൊന്നുമില്ലായിരുന്നു, കുറച്ചുകൂടെ ഓപ്പൺ ആയിരുന്നു എന്നാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ആ പുസ്തകത്തിലേക്ക് ഇതേതായാലും ഒരു ഭാവനയിൽ നിന്ന് എഴുതിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ നടത്തിയിട്ട് അതനുസരിച്ചാണ് കാമസൂത്ര ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ രീതിയിലുള്ളത് നമ്മുടെ ചില അമ്പലങ്ങളിൽ, ഇപ്പോൾ ഖജുരാഹോ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ കാര്യങ്ങൾ കാണാൻ കഴിയും, ശില്പങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അത് ലോകം പഠിക്കേണ്ട ഒരു കാര്യമാണ് സെക്സ് എന്താണെന്നുള്ളത്. ആ സെക്സിൽ നിന്ന് മനുഷ്യനെ ഒഴിച്ച് മറ്റ് ജീവികളെല്ലാം സെക്സിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സെക്സിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ പരമമായ ലക്ഷ്യം ആനന്ദം ലഭിക്കുക എന്നുള്ളതാണ്. ആ ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം രീതിയിൽ, അത് 1064 പൊസിഷൻ പറയുന്നുണ്ട്. എല്ലാ പൊസിഷനിലും നമ്മൾ ബന്ധപ്പെട്ട അസുരോദകത്തിൻ്റെ അടുക്ക് എത്തും, അത് വേറെ കാര്യം, അത് നമുക്ക് കഴിയണ കാര്യമല്ല. എന്നിരുന്നാലും ശരി, അതിനാത്രം പരിശീലനങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയുമില്ല. എന്തായാലും കാമസൂത്ര നമ്മൾ പഠനവിധേയമാക്കേണ്ട ഒന്നാണ് എല്ലാവരും. അതുകൊണ്ട് കാമസൂത്ര ഇവിടെ വിറ്റഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷിലുള്ള വേർഷനാണ് വിറ്റഴിക്കുന്നത്. അവിടെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രാജ്യങ്ങളിലും അത് പ്രിൻ്റ് എടുത്തിട്ട് പലരും അവരുടെ കോപ്പിറൈറ്റ് പോലും എടുത്തിട്ടുള്ള ചില ഇത് കാണാം. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, പുറം രാജ്യങ്ങളിലൊക്കെ ഇത് സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് അല്ലാത്തത് കൊണ്ടാവാം അങ്ങനെയാണത്. അതെ. ഇപ്പൊ സർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ പോളിഗാമി എന്ന് പറയുന്നത് ചിലപ്പോൾ ജനിതകപരമായിട്ട് അവർക്ക് ഈ പറഞ്ഞ പോളിഗാമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ബേസിസിൽ ആയിരിക്കാമെന്ന്. ഇതെങ്ങനെ തിരിച്ചറിയാൻ കഴിയുക? അത്ര എളുപ്പമല്ല. പിന്നെ ജനിതകമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് എല്ലാവരിലും ഒരു പോളിഗാമി ടെൻഡൻസി ഉണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മളതിനെ സാമൂഹിക സമ്മർദ്ദവും സാഹചര്യങ്ങളും സാമൂഹിക സമ്മർദ്ദവും കൊണ്ട് നമ്മളതിനെ ഒതുക്കി വെക്കുന്നു എന്ന് മാത്രം. അതെ. ഇപ്പോൾ ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച് കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഡസ് സൈസ് മാറ്റർ എന്നുള്ളത്. അപ്പോൾ ലിംഗത്തിന്റെ വലിപ്പം ഒരു ഘടകമാണോ? തീർച്ചയായിട്ടും ലിംഗത്തിൻ്റെ വലിപ്പം ഒരു ഘടകമാണ്. പക്ഷേ സാധാരണഗതിയിൽ അത് ഒരു 99% വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് അവരുദ്ദേശിക്കുന്ന രീതിയിലല്ല അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ത്രീയുടെ യോനിയിൽ ജി പോയിൻ്റ് നിൽക്കുന്നത് ഏതാണ്ട് ഒരു 2 ഇഞ്ച് മാത്രം താഴെയാണ്. അപ്പോൾ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു 3 ഇഞ്ച്, ഒരു 2.5-3 ഇഞ്ച് നീളമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും, തൻ്റെ ഇണയ്ക്ക് തൃപ്തി ഉണ്ടാക്കി കെടുക്കാനും കഴിയും. ഇവിടെ വരുന്ന പ്രശ്നം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ആകുലപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂ ഫിലിമിലൊക്കെ കണ്ടിട്ട്